മിക്കവാറും വീടുകളിലൊക്കെ അച്ഛനമ്മമാരൊക്കെ ഇപ്പോഴത്തെ ഒരു തലമുറയിലെ അച്ഛനമ്മമാരൊക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കും. അപ്പോൾ അവരും വീട്ടിൽ വന്നാൽ അതിൻ്റേതായ സ്ട്രെസ്സുകൾ അവർക്കുണ്ടാവും. അതേപോലെ തന്നെ കുട്ടിക്ക് പഠനം, സ്കൂളിലെ പഠനം, അതേപോലെ തന്നെ ചിലപ്പോൾ ട്യൂഷൻ ക്ലാസ്സുകൾ, അങ്ങനെയല്ല, പഠനം ഒരു സ്ട്രെസ്സായി മാറുന്ന ഒരു ഘട്ടത്തിലാണ്. നേരത്തെ പറഞ്ഞ എൻട്രൻസ് മോക്ക് എക്സാമിൽ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ ഉണ്ടായ അച്ഛൻ്റെ സ്ട്രെസ്സൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ അനുഭവിക്കുന്ന സ്ട്രെസ്സുകളിൽ നിന്നും കുട്ടികൾ ഈ ലഹരിയുടെ പാതയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം പലപ്പോഴും അവരൊറ്റപ്പെടുന്നു, അവർക്ക് മറ്റ് തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ലഹരിയുടെ വഴിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിൽ നിന്നൊക്കെ മാറി സ്ട്രെസ് റിലീസാണ് സൂംബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ മാനസികവും ശാരീരികവുമായ ശരീരം നന്നായിട്ട് എന്താ പറയുക, ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ്, ഫ്ലെക്സിബിൾ ആകുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ വെറുതെ ഇങ്ങനെ നമ്മൾ പണ്ട് കാണിച്ചിരുന്ന മാസ് ഡ്രില്ല് പോലെ 1 2 3 അങ്ങനെ പറയാൻ താല്പര്യമുള്ള ആൾക്കാരൊന്നുമല്ല. അവർ മ്യൂസിക്കിനെയും അതേപോലെ തന്നെ വിഷ്വൽ, അവർ സ്വയം റീൽസും എല്ലാം ചെയ്ത് നല്ല ആക്റ്റീവായിട്ടുള്ള, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികളും എല്ലാവരും അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ലഹരിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ സൂംബ പോലുള്ള വ്യായാമങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും എന്നാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളായ എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്.